വെള്ളാപ്പള്ളിക്ക് MV ഗോവിന്ദൻ മാസ്റ്ററെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി വെല്ലുവിളിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നയനാറുള്ളപ്പോൾ നയനാരെ കോട്ട് ചെയ്തിട്ട് മറ്റാരെയെങ്കിലും വെല്ലുവിളിക്കും. നയനാർ പോയപ്പോൾ മറ്റാരെയെങ്കിലും കോട്ട് ചെയ്തിട്ട് വേറെ ആരെങ്കിലും വെല്ലുവിളിക്കും. പിണറായി പോയപ്പോൾ പിണറായി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പിണറായിയെ കോട്ട് ചെയ്തിട്ട് വേറെ ആരെയെങ്കിലും വെല്ലുവിളിക്കും. ഇപ്പോൾ കോടിയേരി സഖാവ് അന്തരിച്ച ശേഷം കോടിയേരി സഖാവിനെ കോട്ട് ചെയ്തിട്ട് MV ഗോവിന്ദൻ മാസ്റ്ററിനെ വെല്ലുവിളിക്കും. ഇതാണ് വെള്ളാപ്പള്ളിയുടെ ഒരു ശൈലി. അദ്ദേഹത്തിന് ഒന്നാമത് പാർട്ടിയുടെ നയങ്ങൾ അറിയില്ല, പാർട്ടി എന്താണെന്ന് അറിയില്ല, പാർട്ടിയുടെ കേഡർ സ്വഭാവം അറിയില്ല. അദ്ദേഹം പറയുന്നത് പാർട്ടി എപ്പോഴും ഈഴവ സമുദായത്തെ തഴയുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം അംഗത്വം എടുത്തു നോക്കിയാൽ ആളുകളൊക്കെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും ഇടത് അനുഭാവികളാണ്, ഇടത് അനുയായികളാണ്. ആ ആളുകളെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ സംഘപരിവാർ ആലയിൽ കൊണ്ടുകെട്ടാൻ ശ്രമിക്കുന്നത്. അതിന് ലക്ഷ്യമുണ്ട്. അതിൻ്റെ ലക്ഷ്യം പരോക്ഷമല്ല, പ്രത്യക്ഷത്തിൽ തന്നെ BDJS എന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയെ വളർത്തുക എന്നതാണ് ലക്ഷ്യം. കാരണം വെള്ളാപ്പള്ളിയുടെ കാലശേഷം തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു ഇരിപ്പിടം വേണം. അതിന് എല്ലാ ആളുകളും തുഷാർ വെള്ളാപ്പള്ളിയെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുതലേ അദ്ദേഹം തുടങ്ങി വെച്ചത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്, നാരായണ ഗുരുവിൻ്റെ ലക്ഷ്യങ്ങൾ, നാരായണ ഗുരുവിൻ്റെ പാഠങ്ങൾ, നാരായണ ഗുരു എന്താണോ പഠിപ്പിച്ചത്, നാരായണ ഗുരു എന്താണോ ലക്ഷ്യമാക്കിയത്, അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി. അതുകൊണ്ട് വെള്ളാപ്പള്ളി SNDP യോഗ നേതൃസ്ഥാനത്ത് നിന്ന് മാറണം. എന്താണ് നാരായണ ഗുരു പഠിപ്പിച്ചത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അതാണ് SNDP യോഗം. ആ SNDP യോഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ തന്നെ വർഗീയത വിളമ്പുക, വർഗീയ പാർട്ടിയിലേക്ക് ആ സമുദായത്തെ കൊണ്ട് കെട്ടുക, ആ ആലയിലേക്ക് ആളുകളെ നയിക്കുക, ഇത് പാടില്ല. ഇത് പറയുമ്പോഴാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്താണ് പറയുന്നത്? വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞത് വളരെ രസകരമായ സംഭവമാണ്. അദ്ദേഹം പറയുന്നത്, വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ച് വെള്ളത്തിലിട്ട് രക്ഷപ്പെടുന്ന രീതിയാണ് CPM തുടരുന്നതാണ്. അതായത് വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ച് വെള്ളത്തിലെറിയുന്ന രീതി പണ്ട് മുതലേ ഉള്ളൊരു ചൊല്ലാണത്. വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ച് വെള്ളത്തിലിടുന്ന രീതി. പണ്ട് ബൈബിളിലൊരു കഥയുണ്ട്. നിനോവ പട്ടണത്തിലേക്ക് പോകാൻ ഒരു പ്രവാചകനെ ഏർപ്പെടുത്തുന്നു ദൈവം. അപ്പോൾ അദ്ദേഹം ആ ദൈവത്തിൻ്റെ പ്രവചനത്തെ എതിർക്കുകയും അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് വള്ളത്തിൽ കയറുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ പിന്നെ നറുക്കിട്ടെടുത്ത് ആളുകളൊക്കെ കാറ്റും കോളും വരുമ്പോൾ വെള്ളത്തിലെടുത്തെറിയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് ബൈബിളിൽ. അതിൻ്റെ തുടർച്ചയായിട്ടൊക്കെ വരുന്ന ഒരു പ്രയോഗമാണ്, ഒരു ഫ്രൈസാണിത്. വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ എടുത്ത് വെള്ളത്തിലെറിയുക. അപ്പോൾ SNDP യോഗത്തെ കിളവി എന്ന് തന്നെ വെള്ളാപ്പള്ളി തന്നെ വിളിക്കുകയാണ്. കിളവിയായി എന്ന് സ്വന്തം സമുദായത്തെ മുദ്ര കുത്തുന്നതാണ് കിളവി എന്ന്. എന്ത് നാണക്കേടാണ്! അങ്ങനെയാണോ SNDP യോഗം? SNDP യോഗം ഇപ്പോഴും കരുത്തുറ്റ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു സമുദായം അല്ലെങ്കിൽ സമുദായ സംഘം തന്നെയാണ് SNDP യോഗം എന്ന് പറയുന്നത്. അതിനെയാണ് കിളവി എന്ന് പറയുന്നത്. അല്ല, എന്താണ് ഇവിടെ ഏത് വള്ളമാണ് മുങ്ങാൻ പോകുന്നത്? CPM ആണോ മുങ്ങാൻ പോകുന്നത്? CPM എങ്ങനെ മുങ്ങും? CPM മുങ്ങാൻ പോവുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ ഇങ്ങനെ കണ്ണീരോടുകൂടി പറയുമോ? സമസ്തയെ പ്രീണിപ്പെടുത്താൻ നോക്കുന്നു, ക്രിസ്ത്യാനികളെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമോ? സമസ്തയെ എവിടെയാണ് പ്രീണിപ്പെടുത്തുന്നത്? ഉത്തരേന്ത്യയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാമോ ശ്രീ സുരേന്ദ്രൻ? ഉത്തരേന്ത്യയിൽ എന്താണ് അവസ്ഥ? മുസ്ലിം നാമധാരികൾക്ക് വീട് കൊടുക്കില്ല. അതുപോട്ടെ, ഇപ്പോൾ ഒരു ഘോഷയാത്ര നടന്നല്ലോ, തീർത്ഥാടന പദയാത്രയൊക്കെ നടന്നല്ലോ അയോധ്യയിലൂടെ. അവിടെ യോഗി ആദിത്യനാഥ് എന്താണ് ചെയ്തത്? ആ പ്രദേശത്തെ കടകൾ തുറക്കണമെങ്കിൽ ആ പ്രദേശത്തെ കടകളുടെ ഉടമസ്ഥരുടെ പേര് ആ കടകൾക്ക് മുന്നിൽ എഴുതി വെക്കണം. മുസ്ലിം നാമധാരികളുടെ പേരുണ്ടെങ്കിൽ യാത്രക്കാർ ആ കടകളിൽ നിന്ന് ഒന്നും വാങ്ങി കഴിക്കരുത്, ആഹരിക്കരുത്, വഷിക്കരുത്, ഒന്നും വാങ്ങി ഉടുക്കരുത് എന്ന നിയമം കൊണ്ടുവന്നു, എന്ന തിട്ടൂരം കൊണ്ടുവന്നു. ഇതൊക്കെ ഇന്ത്യയിലാണ് നടക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ എതിർക്കണ്ടേ? അതാണോ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം, നമ്മുടെ ഭരണഘടന പറയുന്നത്? നമ്മൾ ഒന്നാണ് എന്ന് പറയുന്നത്, അഖണ്ഡത എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ് എന്ന് നെഹ്റു ഒക്കെ വിളിച്ചു പറഞ്ഞ സംഭവം ഇതാണോ? യോഗി ആദിത്യനാഥിൻ്റെ UP ആണോ? അവിടെ UPയിൽ നല്ല ഒന്നാന്തരം തിരിച്ചറിവുണ്ടായി ജനങ്ങൾക്ക്. 80-ൽ 33 സീറ്റുകളിൽ മാത്രമായി BJP ഒതുങ്ങി. എന്നാൽ ഇന്ന് കേരളത്തിൽ
ആളുകൾ ഇപ്പോഴും പൂജിച്ചു തുടങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപിയൊക്കെ പൂജിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ വർഗീയത വളർന്ന് വരികയാണ് എന്നാണ് വെള്ളാപ്പള്ളിയൊക്കെ കരുതുന്നത്. അത് പറ്റില്ല, അത് നടപ്പില്ല. ഇവിടെ മുസ്ലിങ്ങൾ വേണം, ഇവിടെ ക്രിസ്ത്യാനികൾ വേണം. ക്രിസ്ത്യാനികൾ ബിഷപ്പുമാരൊക്കെ BJPക്ക് കുഴലൂത്ത് നടത്തുന്നുണ്ട്. BJP ഉത്തരേന്ത്യയിൽ ഈ ക്രിസ്ത്യാനികളോട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒഡീഷ കലാപം ക്രിസ്ത്യാനികൾക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയുമോ? എത്ര സാധാരണക്കാരായ ക്രിസ്ത്യാനികളെയാണ് കഴുത്തറുത്തും കത്തിച്ചും കൊന്നുകളഞ്ഞത്? സത്നാം സിംഗ് എന്ന ആളിനെ കൊന്നുകളഞ്ഞില്ലേ? ബിഷപ്പുമാരെ കത്തിച്ചു കളഞ്ഞില്ലേ? ഇതൊക്കെ മറന്നുപോയോ? മണിപ്പൂർ കലാപത്തിന്റെ അടിസ്ഥാനം എന്താണ്? അവിടെ എത്ര ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെയുമാണ് ഈ ആളുകൾ വർഗീയവാദികൾ കത്തിച്ച് ചാമ്പലാക്കിയത്? ഇതൊക്കെ മറന്നുപോയോ? അപ്പോൾ അധികാരത്തിന് വേണ്ടിയും ആത്മസംതൃപ്തിക്ക് വേണ്ടിയും ഒരു കൂട്ടർ BJPക്ക് ജയ് വിളിക്കുമ്പോൾ അതാണ് ശരിയെന്ന് ബഹുഭൂരിപക്ഷം ക്രൈസ്തവരും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും കരുതണമെന്ന് ശഠിക്കുകയാണോ CPM ചെയ്യേണ്ടത്? CPM പറയുന്നു അത് തെറ്റ്, അതല്ല ശരി. നമ്മുടെ ചരിത്രം തിരുത്തുന്നു, നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങൾ തിരുത്തുന്നു, നമ്മുടെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. അതാണോ ശരി? അതല്ല ശരി എന്ന് പറയുന്ന CPM ആണ് ശരി. അതല്ലെന്ന് പറയുന്ന MV ഗോവിന്ദൻ മാസ്റ്ററാണ് ശരി. അല്ലാതെ വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ഗുരുവിനെ ഒറ്റുകൊടുക്കുന്ന വെള്ളാപ്പള്ളി അല്ല ശരി. ഗുരുവിനെ ഒറ്റുകൊടുത്ത് ഗുരുവിനെ എടുത്ത് പുറത്ത് കളയുന്നു. SNDP യോഗത്തിൽ നിന്ന് എടുത്ത് കളയുന്നത് ഗുരുവിനെയാണ്, അല്ലാതെ സാധാരണ മറ്റ് സംഭവങ്ങളെ അല്ല. ഗുരുവിനെയാണ് എടുത്ത് കളയുന്നത് വെള്ളാപ്പള്ളി. ഗുരുവിനെ എടുത്ത് കളഞ്ഞിട്ട് ആരെ കൊണ്ടുവയ്ക്കുന്നു? മറ്റ് ചില ആളുകളെ കൊണ്ടുവയ്ക്കുന്നു, മറ്റ് ചില ഐഡിയോളജി അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ആർക്ക് വേണ്ടി? തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി, വോട്ടിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ചില ശരിയായിട്ടുള്ള SNDP യോഗ നേതൃത്വമുണ്ട്, ആളുകളുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്, യുവ നേതൃത്വമുണ്ട്. അവർ വരണമെന്ന് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെയൊക്കെ ആഗ്രഹം, CPMന്റെ ആഗ്രഹം. അത് താമസിയാതെ വരിക തന്നെ ചെയ്യും. അത് വരുമെന്ന ഭയം കൊണ്ടാണ് ഈ വെള്ളാപ്പള്ളിയുടെ ഹാലിളക്കം. എവിടെ പോയാലും MV ഗോവിന്ദൻ മാസ്റ്റർ തെറി പറയുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ഡിപ്ലോമസിയും അല്ലെങ്കിൽ നയതന്ത്രമൊന്നും വെള്ളാപ്പള്ളി പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.